ഹലോ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഹെയർ കെയർ കാണാം കേട്ടോ. സംഭവം ഇത് മുഖത്തിട്ടിരിക്കുന്നത് മുൾത്താണിമിട്ടിയാണ്. ഞാൻ ഹെയർ കെയറിൻ്റെ ഒപ്പം സ്കിൻ കെയറും കൂടി ആകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഒരു ഹെയർ മാസ്കിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയാണ്. ഇത് രണ്ടും മുടിക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഒരു പാക്ക് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും അരച്ച് തലയിൽ തേക്കുകയാണ് ചെയ്തത്. ഞാൻ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ട്. എൻ്റെ മുടിക്ക് ഇത്ര ഉലുവ മതി. നിങ്ങളുടെ മുടിക്ക് ഉള്ളുണ്ട്, നീളമുണ്ട്, അങ്ങനെയൊക്കെ വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള ഉലുവ നിങ്ങൾ എടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം അരച്ചിടുകയാണ് ചെയ്യുക. അരയ്ക്കുമ്പോൾ അതിൽ കറ്റാർവാഴായിട്ടായിരിക്കും. കാരണം ഉലുവ മാത്രമായിട്ട് നിങ്ങൾ അരച്ചിടുകയാണെങ്കിൽ ഉലുവ മുടി ഡ്രൈ ആക്കും. എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ കറ്റാർവാഴ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റോബസ്റ്റ്, ബനാന അതൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ തൈര് അങ്ങനെയുള്ള ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഇത് അരച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാണ് കേട്ടോ വേണ്ടത്. നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് കഴുകിക്കളയാം, ഇല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാം കേട്ടോ. ഉണങ്ങിയ ശേഷം എന്താ ഇങ്ങനെ ഇരിക്കും മുടി. പിന്നെ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ ചിലപ്പോൾ അതിൻ്റെ പൊടികൾ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തട്ടിക്കളയുക, അല്ലെങ്കിൽ താരം വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ.